മാറ്റത്തേക്ക് ഒരു പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ഹരീഷൊക്കെ ആണെങ്കിൽ തറവാട്ട് അമ്പലത്തിൽ പോകുന്നത് അറിഞ്ഞിട്ട് നമ്മളെ നീതു വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹരീഷിനെ ഞാനും കൂടെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഹരീഷ് പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നീതു പറയുന്നുണ്ട് നമുക്ക് കൊടൈക്കനാലൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഹരീഷ് പറയുന്നുണ്ട് എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും ഒക്കെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷ് ആണെങ്കിൽ ഒരു ടാക്സി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് പോകാൻ വേണ്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അല്ല ആരാ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ സുധീഷ് പറയുന്നുണ്ട് എനിക്ക് ഇന്നലെ വൈകിട്ട് ലൈസൻസ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മള് സുധീഷ് പറയുന്നത് എല്ലാവരും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ അങ്ങനെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് അയ്യോ ഞാൻ എൻ്റെ ചാർജർ എടുത്തില്ലല്ലോ ഞാൻ പോയി ചാർജർ എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നിധി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും മറന്നിട്ടില്ലല്ലോ എല്ലാവരും അപ്പോൾ വണ്ടിയിൽ കയറാനൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുഭാഷൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി തങ്ങാനൊക്കെ ആണെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ സുധീഷ് പറഞ്ഞു ആ ബെസ്റ്റ് ഉള്ള വീടിൻ്റെ ആധാരം തന്നെ കാണുന്നില്ല അപ്പോഴാണ് പിന്നെ ഇനിയിപ്പോൾ അവിടെ വേറെ വീടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരാണെങ്കിൽ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. തറവാട് അമ്പലത്തിൻ്റെ അടുത്തൊക്കെ എത്തുന്നുണ്ട്. അവിടെ ഒരു വീടൊക്കെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങാനൊക്കെ വേണ്ടി നമ്മളെ സുധീഷ് ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെല്ലാം പറയുന്നുണ്ട്. അപ്പം അവിടുത്തെ ആ ഒരു ഏർപ്പാട് ചെയ്ത അയാൾ പറയുന്നുണ്ട് ആ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ ഒരു പാർട്ടിക്കാർ വന്ന് അവരിവിടെ തങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സുനന്ദയാണെങ്കിൽ ഇറങ്ങി വരുന്നത് സുഭാഷ് ഏട്ടാന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ സുനന്ദ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം സുനന്ദയെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് പിറകെ തന്നെ നമ്മളെ ലളിതയും വരുന്നുണ്ട്. അപ്പോൾ ലളിത വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ നീയൊക്കെ എന്തിനാ ഞങ്ങൾ തറവാട്ട് അമ്പലത്തിൽ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട് അല്ല അമ്മാവന് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ തറവാട് അമ്പലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അവിടെ വരാമല്ലോ സുധീഷ് ആണെങ്കിൽ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ലളിതയ്ക്കാണെങ്കിൽ. അപ്പം പിന്നെ ലളിതയാണെങ്കിൽ ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ ഉള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.